children, how are you? I hope you all are fine. So, ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്. എന്താണ് ആ യൂണിറ്റിൻ്റെ പേര്? പേപ്പർ ബോട്ട്സ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ഉച്ചത്തിൽ പറയൂ. പേപ്പർ ബോട്ട്സ്. കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങാം. Color the columns with capital letters in blue. Color the columns with small letters in brown. എന്താ ഇവിടെ പറയുന്നത്? Color the columns with capital letter in blue. Capital letter ആയിട്ടുള്ള കോളം നമ്മളോട് ബ്ലൂ കളർ വെച്ചിട്ട് കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്മോൾ ലെറ്ററിലുള്ളത് ബ്രൗൺ കളർ വെച്ചിട്ടും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും അതൊന്ന് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കിട്ടും. ഓക്കെ കൂട്ടുകാരെ, അപ്പം നമുക്ക് നമ്മുടെ സ്റ്റോറിയിലോട്ട് പോകാം. ഡൗൺ ദി സ്ട്രീം. എന്താണ് ഡൗൺ ദി സ്ട്രീം? എന്താണ് സ്ട്രീം എന്ന് പറഞ്ഞാലേ? അരുവി അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കൊരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ആ പിക്ചറിലുള്ളത്? എല്ലാവരും ഒന്ന് പറയൂ. ഇവിടെ നമുക്ക് ഒരു പെൺകുട്ടീനെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഗേൾ ഉണ്ട്, അതുപോലെ ഒരു ബോയ് ഉണ്ട്. ആ ഗേൾ എന്താ ചെയ്യുന്നത്? പേപ്പർ ബോട്ട്സ് ആ സ്ട്രീമിൽ, ആ അരുവിയിൽ ഒഴുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കിയാലോ. അന്ന ജെന്റ്ലി വാക്ക് ടുവാർഡ്സ് ദി സ്ട്രീം ഓഫ് മഡി റെയിൻ വാട്ടർ. എന്താ ഇവിടെ പറയുന്നത്? അന്ന ജെന്റ്ലി വാക്ക് ടുവാർഡ്സ് ദി സ്ട്രീം ഓഫ് മഡി റെയിൻ വാട്ടർ. അതായത് അന്ന അല്ലേ, ആ പെൺകുട്ടിയുടെ പേരാണ് അന്ന. അന്ന പതുക്കെ അരുവിയിലോട്ട് നടന്നു. അതായത് മഡി റെയിൻ വാട്ടർ. മഡി റെയിൻ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയാലോ, മഴ. മഡി റെയിൻ എന്ന് പറഞ്ഞാൽ ചെളി അല്ലേ? മഡി റെയിൻ വാട്ടർ അതായത് ചെളിയായിട്ടുള്ള മഴവെള്ളം അല്ലേ? ആ സ്ട്രീമിലുള്ള ചെളിയായിട്ടുള്ള മഴവെള്ളത്തിൻ്റെ ആ അരുവിയിലോട്ട് നമ്മുടെ അന്ന പതുക്കെ നടന്നു. ഷീ ബെൻഡ് എ ലിറ്റിൽ ആൻഡ് ലോഞ്ച്ഡ് എ പേപ്പർ ബോട്ട്. അവളൊന്ന് കുനിഞ്ഞിട്ട്, ഒന്ന് പതുക്കെ കുനിഞ്ഞിട്ട് പേപ്പർ ബോട്ട് ലോഞ്ച് ചെയ്തു. ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ പേപ്പർ ബോട്ട് അതിലോട്ട് വെച്ചു. ഷീ വെൻറ്റ് ഓൺ പ്ലേസിങ് എ നമ്പർ ഓഫ് പേപ്പർ ബോട്ട്സ് ഇൻ ദി സ്ട്രീം. അതായത് അവൾ കുറച്ചും കൂടെ, അതായത് ഷീ വെൻറ്റ് ഓൺ പ്ലേസിങ് എ നമ്പർ ഓഫ് പേപ്പർ ബോട്ട്സ് ഇൻ ദി സ്ട്രീം. അതായത് ആ അരുവിയിലോട്ട് കുറച്ച് പേപ്പർ ബോട്ട്സും കൂടി അവൾ എന്ത് ചെയ്തു? വെക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അതായത് പേപ്പർ ബോട്ട്സ്. അപ്പം എന്താ ഇവിടെ പറയുന്നത്? നമ്മുടെ അന്ന ഒരു അരുവീൻ്റെ അടുത്തോട്ട് പോയി ആ അരുവിയിൽ ഒരു പേപ്പർ ബോട്ട് എന്ത് ചെയ്യാണ്? പേപ്പർ ബോട്ട് പതുക്കെ ആ അരുവിയിൽ വെക്കുകയാണ് അല്ലേ? ഷി വാസ് ഡിലൈറ്റഡ്. അവൾ ഭയങ്കര സന്തോഷത്തിലാണ്. അതായത് ഷി വാസ് ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾ ഭയങ്കര സന്തോഷത്തിലാണ് അല്ലേ? ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ സഡൻലി സംതിങ് ഹൊറിബിൾ ഹാപ്പൻഡ്. സഡൻലി പെട്ടെന്ന് സംതിങ് ഹൊറിബിൾ ഹാപ്പൻഡ്. എന്തോ ഒരു പേടിപ്പെടുത്തുന്ന, ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചു. വാട്ട് കുഡ് ബി ദ ഹൊറിബിൾ തിങ്? എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ? വാട്ട് കുഡ് ബി ദ ഹൊറിബിൾ തിങ്? എന്താണ് ഹൊറിബിൾ തിങ് എന്നാ ചോദിക്കുന്നത്? നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത പേജ് എടുക്കാം. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 38 എടുക്കൂ. ആൻ ആംഗ്രി ഗേൾ. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു ദേഷ്യത്തിലുള്ള പെൺകുട്ടി. ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യം അല്ലേ? എ ഫാറ്റ് ബോയ് പൗൺസ്ഡ് ഓൺ വൺ ഓഫ് ഹെർ ബോട്ട്സ് ആൻഡ് പുൾഡ് ഇറ്റ്. എ ഫാറ്റ് ബോയ് പൗൺസ്ഡ് ഓൺ വൺ ഓഫ് ഹെർ ബോട്ട്സ് ആൻഡ് പുൾഡ് ഇറ്റ്. ഒരു തടിച്ച കുട്ടി അവളുടെ പേപ്പർ ബോട്ട് അല്ലേ, അവളുടെ ആ ഒരു ബോട്ടിലോട്ട് ചാടി വീണു. എന്നിട്ട് അതെന്ത് ചെയ്തു? അത് വലിച്ചു. പുൾഡ് ഇറ്റ്, വലിച്ചു. ഹി ടേൺ ദി ബോട്ട് അപ്സൈഡ് ഡൗൺ. എന്താ പറയുന്നത്? ഹി ടേൺ ദി ബോട്ട് അപ്സൈഡ് ഡൗൺ. അതായത് ആ പേപ്പർ ബോട്ടിനെ എന്ത് ചെയ്തു? ആ കുട്ടി എന്ത് ചെയ്തു? താഴോട്ട് മുക്കി. അതായത് മുകളിലത്തെ ഭാഗം താഴോട്ട് അങ്ങ് മുക്കി. അതായത് ആ കുട്ടി എന്ത് ചെയ്യാണ്? നമ്മുടെ അന്നേൻ്റെ ബോട്ട് കേട് വരുത്താണ് അല്ലേ? ആകെ വികൃതി ചെക്കൻ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അന്ന സ്റ്റേയർഡ് അറ്റ് ദി ബോയ്. അന്ന സ്റ്റേയർഡ് അറ്റ് ദി ബോയ്. സ്റ്റേയർഡ് എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? സ്റ്റേയർഡ് എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ ഉച്ച നോക്കി. നമ്മുടെ അന്ന എന്ത് ചെയ്തു?
നമ്മുടെ അന്ന ഭയങ്കരമായിട്ട് ഉറ്റുനോക്കി, അതായത് അമ്പരപ്പോടെ നോക്കി. ഹി വാസ് ഫാറ്റ് ആൻഡ് ഡേർട്ടി. ഹി വാസ് ഫാറ്റ് ആൻഡ് ഡേർട്ടി. അവൻ ഭയങ്കര തടിച്ചിട്ടാണ്. അതുപോലെ ഡേർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അഴുക്ക് പുരണ്ടിട്ടുണ്ട്, അഴുക്കൊക്കെ ആയിട്ടുണ്ട് മേലിൽ. ഹി ഡിഡ് നോട്ട് മൈൻഡ് അന്നാസ് ആംഗ്രി ഫേസ്. അവന് നമ്മുടെ അന്നയുടെ ദേഷ്യമുള്ള മുഖം മൈൻഡേ ചെയ്യണില്ല. അന്ന റാൻ ഹോം. അന്ന വീട്ടിലോട്ട് ഓടി. ചിൽഡ്രൻ, ഹിയർ വി ക്യാൻ സീ 2 questions. എന്താണ് ആ 2 questions? വൈ ഡിഡ് ദ ബോയ് പൗൺസ് ഓൺ ദി ബോട്ട്? എന്തിനാണ് നമ്മുടെ ബോട്ടിലോട്ട് ചാടി വീണത് ആ ആൺകുട്ടിന്ന്? വാട്ട് വുഡ് അന്ന ഡു നൗ? അന്ന ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് നോക്കാം അല്ലേ, അന്ന ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന്. എ സൊല്യൂഷൻ. അന്നാസ് ഓണ്ട് അരുന്ധതി വാസ് സിറ്റിംഗ് ഇൻ എൻ ആം ചെയർ. എന്താ ഇവിടെ പറയുന്നത്? അന്നാസ് ഓണ്ട്, അതായത് അന്നയുടെ ആൻറ്റി അരുന്ധതി അല്ലേ. ആ ആൻറ്റിയുടെ പേരെന്താണ്? അരുന്ധതി. അരുന്ധതി വാസ് സിറ്റിംഗ് ഇൻ ആൻ ആം ചെയർ. ഒരു ചാരു കസേരയിൽ അന്നയുടെ അരുന്ധതി എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റി ഇരിക്കുകയാണ്. അന്നാസ് ഫേസ് വാസ് റെഡ് വിത്ത് ആങ്കർ. അന്നയുടെ മുഖം എന്തായിട്ടുണ്ട്? ദേഷ്യം കൊണ്ട് ചുമന്നിട്ടുണ്ട്. ഷി പൗട്ടഡ് ഹർ ലിപ്സ് ആൻഡ് സെഡ്. അവളുടെ ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ദ നോട്ടി ബോയ് ഹി ഓവർടേൺ മൈ ബോട്ട്. അല്ലേ, ആരും പറയൂലേ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സാധനം നിങ്ങളുടെ ഫ്രണ്ട് കേടുവരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ദേഷ്യം പിടിക്കും അല്ലേ. അതുപോലെ നമ്മൾ അന്ന പറയാണ്, ദ നോട്ടി ബോയ് ഹി ഓവർടേൺ മൈ ബോട്ട്. എന്താ പറയുന്നത്? ആ വികൃതി പയ്യൻ എൻ്റെ ബോട്ട് ആകെ മറിച്ചിട്ടു. ഷീ സെഡ്. അവൾ പറഞ്ഞു. ഡോണ്ട് വറി, I will make another one for you. On അരുന്ധതി tried to console her. എന്താ ഇവിടെ പറയുന്നത്? അരുന്ധതി അല്ലേ, അന്നയുടെ ആൻറ്റി അരുന്ധതി അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കി. എന്താ പറഞ്ഞത്? ഡോണ്ട് വറി, സാരില്ല, ഞാൻ നിനക്ക് വേറൊരെണ്ണം ഉണ്ടാക്കി തരാന്ന്. വാട്ട് ഇഫ് ഹി ടേക്സ് ദാറ്റ് വൺ ടു? അതും അവൻ എടുത്താൽ എന്ത് ചെയ്യും? ഓക്കെ, ദെൻ ഐ വിൽ മേക്ക് എ ഫ്യൂ മോർ ഫോർ യു. ഓക്കെ ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ നിനക്ക് കുറച്ചും കൂടെ ഉണ്ടാക്കി തരാലോ. ആരാ പറയുന്നത്? നമ്മുടെ അന്നയോട് അരുന്ധതി എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റി പറയാണ് അല്ലേ. സോ ചിൽഡ്രൻ, ടേക്ക് പേജ് നമ്പർ 40. എന്താ ഇവിടെ പറയുന്നത്? വാട്ട് ഇഫ് ഹി ടേക്സ് ഓൾ ഓഫ് ദം? അവന് അതെല്ലാം എടുത്താലോ? നോ, ഹി വോൺ. നോ, അവനത് ചെയ്യൂല. ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ. അല്ലേ, ഞാൻ അവൻക്ക് കുറച്ച് ബോട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ആരാ പറയുന്നത്? അരുന്ധതി എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റി നമ്മുടെ അന്നയോട് പറയാണ് അല്ലേ. ബട്ട് വൈ ഷുഡ് യു മേക്ക് ബോട്ട്സ് ഫോർ ഹിം? പക്ഷേ നിങ്ങൾ എന്തിനാ അവന് ബോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഹി സീംസ് ടു ബി എ പുവർ ചൈൽഡ്. അവനെ കണ്ടാലൊരു പാവമാണ് അല്ലേ. അവനെ കണ്ടാലൊരു പാവമാണ്. ദെൻ വൈ കാൺ ഹി മേക്ക് ദം ഹിംസെൽഫ്? എന്നാൽ പിന്നെ അവൻ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? ഹീസ് സോ ബിഗ്. ഹീസ് സോ ബിഗ്. അവൻ വലിയതായിട്ടുണ്ട്. മേ ബി നോ വൺ ഹാസ് തോട്ട് ഹിം ഹൗ ടു മേക്ക് ബോട്ട്സ്. ചിലപ്പോൾ അവന് ആരും എന്താ പറയുക ബോട്ട് ഉണ്ടാക്കാനൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ആരാ പറയുന്നത്? നമ്മുടെ ആൻറ്റി പറയാണ്. വൈ? എന്തുകൊണ്ട്? ഡസൻ ഹീ ഗോ ടു സ്കൂൾ? അവൻ സ്കൂളിലോട്ട് പോകുന്നില്ലേ? ഹീ സോ റൂഡ്. എന്താ പറയുന്നത്? ഹീ സോ റൂഡ്. ഒരു അവന് തീരെ മര്യാദയല്ല എന്നാണ് പറയുന്നത്. ആരാ പറയുന്നത്? നമ്മുടെ അരുന്ധതിനോട്. അരുന്ധതി എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റീനോട് ആരാ പറയുന്നത്? അന്നയുടെ ആൻറ്റീനോട് അന്ന പറയാണ്. ഓൺ അരുന്ധതി ജസ്റ്റ് സ്മൈൽഡ്. എന്താ പറയുന്നത്? അരുന്ധതി ജസ്റ്റ് ഒന്ന് ചിരിച്ചു. ആൻറ്റി പതുക്കെ ഒന്ന് ചിരിച്ചു. ഇവളെ സംസാരം കേട്ടിട്ട് ചിരിച്ചു. കാരണം നമ്മുടെ അന്ന ആകെ ദേഷ്യത്തിലാണ്. അപ്പം അന്നക്കാകെ ദേഷ്യം വന്നുകൊണ്ട് പറയാണ്. എന്താ പറയുന്നത്? എന്താ പറയുക, അവൻ എൻ്റെ ബോട്ട് കേട് വരുത്തി. അപ്പോൾ അങ്ങ് പറയുമ്പം എന്താ പറയുക, അരുന്ധതി പറയുകയാണ് ഞാൻ നിനക്ക് വീണ്ടും ഉണ്ടാക്കി തരാം അല്ലേ. ആൻറ്റി പറയുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേറെ വീണ്ടും ഉണ്ടാക്കി തരാം. അപ്പോൾ അതും അവനെടുത്താലോ? ഇതൊക്കെയാണ് ആര് ചോദിക്കണേ? നമ്മൾ അന്ന ചോദിക്കണം. അപ്പോൾ അന്നയുടെ സംസാരം കേട്ടിട്ട് ആര് ചിരിക്കാന്നാണ് പറയുന്നത്? നമ്മുടെ ആൻറ്റി ചിരിക്കാണ്. അപ്പോൾ ചിൽഡ്രൻസ്, ഹിയർ വി ക്യാൻ സീ സം ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താണ് ആ ക്വസ്റ്റ്യൻസ്?
വാട്ട് വാസ് ഓൺട് അരുന്ധതീസ് റെസ്പോൺസ് വെൻ അന്ന കംപ്ലൈൻറ്റ് അബൌട്ട് ദി ബോയ്? എന്താ ഇവിടെ പറയുന്നത്? അന്നയുടെ ആൻറ്റിക്ക് ഇത് കണ്ടപ്പോൾ എന്താണ് അരുന്ധതി അവരുടെ റെസ്പോൺസ് എന്നാണ്. അന്നയുടെ കംപ്ലൈൻ്റ് ഒക്കെ കേട്ടിട്ട് ആൻറ്റി ആയിട്ടുള്ള അരുന്ധതിക്ക് എന്താണ് റെസ്പോൺസ് എന്ന്. അപ്പോൾ എന്താണ്? ഷീസ് കാം, റൈറ്റ്? നമ്മുടെ അരുന്ധതി പറഞ്ഞിട്ടുള്ള ആൻറ്റി ഷീസ് വെരി കാം ആൻഡ് ഷീ കൺസോൾ ഹർ, അല്ലേ? നമ്മുടെ അന്നേനെ കൺസോൾ ചെയ്യാൻ നോക്കി, നമ്മൾ അന്നേനെ സമാധാനിപ്പിക്കാൻ നോക്കി. ആൻഡ് ഷീ ട്രൈ ടു കൺസോൾ ഹർ. ഷീ സെഡ് ഐ വിൽ മേക്ക് സം ബോർഡ്സ് ഫോർ ദാറ്റ് ബോയ്, അല്ലേ? ആ ബോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ബോർഡ്സ് ഉണ്ടാക്കാന്നൊക്കെയാണ് അരുന്ധതി നമ്മുടെ അന്നയോട് പറഞ്ഞത്. ദ ബോയ് സോ റൂഡ്, വൈ ഡിഡ് അന്ന സേ സോ? ബോയ് ഭയങ്കര മര്യാദ ഇല്ലാത്തവനാണ് എന്നാണ് പറയുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് അന്ന അങ്ങനെ പറയുന്നത്? ബിക്കോസ് അന്നയുടെ ബോട്ട് ആര് കേടുവരുത്തിയിട്ടുണ്ട്? ആ ബോയ് കേടുവരുത്തിയിട്ടുണ്ട്, അല്ലേ? അന്ന ഇവിടെ പറയുന്നുണ്ട്. എന്താ അന്ന പറയുന്നത്? ദാറ്റ് നോട്ടി ബോയ് ഹി ഓവർടേൺ മൈ ബോട്ട്. അപ്പോൾ അന്നാസ് ബോട്ട് ഓവർടേൺ ദാറ്റ് ബോയ്. ദാറ്റ്സ് വൈ ഷീ സെഡ് ദാറ്റ് ബോയ് ഈസ് സോ റൂഡ്, അല്ലേ? ഓൺ വാണ്ട് ടു മേക്ക് പേപ്പർ ബോട്ട്സ് ഫോർ ദി ബോയ് ടു. ഡു യു അഗ്രി വിത്ത് ഹർ? അതായത് ആൻറ്റി പറയാണ്, ആൻറ്റി പറഞ്ഞു ഞാൻ അവന് കുറച്ച് ബോട്ട്സും കൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ അത് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോയെന്ന്, നിങ്ങൾക്ക് അവരുടെ ആ ഒരു കൺസെപ്റ്റ് കൊണ്ട്, അതായത് ആ ആൻറ്റി പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ എങ്ങനത്തെവരായിരിക്കും? അതായത് ഇപ്പോൾ നിങ്ങളെ ഫ്രണ്ടിനെ അത് പറയുമ്പോൾ പൊതുവേ നമുക്ക് എന്തുണ്ടാവും? ദേഷ്യം ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോംപ്രമൈസിലെത്തണ്ടേ? നമ്മളെപ്പോഴും ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ നോക്കണം, എപ്പോഴും പോസിറ്റീവ് ആവണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ആൻറ്റീനോട്, ഇപ്പം ഞാനാണെങ്കിൽ പറയും ആ ആൻറ്റീനോട് യോജിക്കുക. കാരണം ആ പയ്യനെ അറിയില്ലെങ്കിലോ, ഒരു പക്ഷേ വോട്ട് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലോ നമ്മളത് പഠിപ്പിച്ച് കൊടുക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്താണ് അഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ ചിൽഡ്രൻ, ടേക്ക് പേജ് നമ്പർ 41. ഗുഡ് ഗൈഡൻസ്. എന്താണ് ഇവിടെ ഗുഡ് ഗൈഡൻസ്? ഇൻ നോ ടൈം എ ബോട്ട് വാസ് റെഡി ആൻഡ് ദെൻ എ ഫ്യൂ മോർ. എന്താ ഇവിടെ പറയുന്നത്? കുറച്ച് സമയം കൊണ്ട് ബോട്ട്സ് റെഡിയാക്കുകയാണ്, അല്ലേ? ദെൻ ഫ്യൂ മോർ, കുറച്ച് ബോട്ടുകൾ ആര് റെഡിയാക്കി? നമ്മുടെ ആൻറ്റിയും അതുപോലെ തന്നെ നമ്മുടെ അന്നയും കൂടെ റെഡിയാക്കി. ഫൈനലി ഷീ ഗേവ് ഓൾ ദ ബോട്ട്സ് ടു അന്ന ആൻഡ് സെഡ് ഹിയർ ഗോ ആൻഡ് ഹാവ് ഫൺ. എന്താ ഇവിടെ പറയുന്നത്? ഫൈനലി അവസാനം എല്ലാ ബോട്ടും നമ്മുടെ ഉണ്ടാക്കിയിട്ട് ആ അന്നയ്ക്ക് കൊടുക്കുകയാണ്. ആൻറ്റി കൊടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇനി പോയിട്ട് എൻജോയ് ചെയ്തോ എന്ന് പറഞ്ഞില്ലേ? ക്ലച്ചിങ് ദി ബോട്ട്സ് ടൈറ്റ്ലി. നമ്മുടെ അന്ന ആ ബോട്ട് എന്ത് ചെയ്തു? ടൈറ്റായിട്ട് പിടിച്ചു. അന്ന സ്റ്റാർട്ടഡ് വാക്കിംഗ് ഹെസിസ്റ്റൻ്റ്ലി ടുവാർഡ്സ് ദി സ്ട്രീം. നമ്മുടെ അന്ന കുറച്ച് മടിയോട് കൂടിയിട്ട് ആ അരുവിൻ്റെ അടുത്തോട്ട് പോയി. ദ ബോയ് വാസ് സ്റ്റിൽ ദർ. അപ്പോഴും ആ ആൺകുട്ടി അവിടെ ഉണ്ട്. ഹി ലുക്ക്ഡ് അറ്റ് ഹർ ക്യൂരിയസ്ലി. ഒരു ക്യൂരിയസ് ആയിട്ട് അവളങ്ങനെ അവൻ നോക്കി, ഒരു അത്ഭുതത്തോടു കൂടി അവളെ നോക്കി. അന്ന ടുക്ക് ഔട്ട് 2 നോട്ട് സോ ഗുഡ് ബോട്ട്സ് ആൻഡ് ഹെൽഡ് ദം ഔട്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ അന്ന അത്ര നല്ല ബോട്ടല്ലാത്ത 2 പുറത്തോട്ട് എടുത്തു. എന്നിട്ട് അത് പുറത്തോട്ട് എടുത്തു. എന്താ പറയുന്നത്? അന്ന ടുക്ക് ഔട്ട് 2 നോട്ട് സോ ഗുഡ് ബോട്ട്സ്. അതായത് അന്ന 2 അത്ര നല്ല ബോട്ടല്ലാത്തത് എടുത്തു, അത് പുറത്തോട്ട് എടുത്തു. ഹെൽഡ് ദം ഔട്ട്. ഹിയർ യു ആർ. ഷീ ഹാൻഡഡ് ദ ബോട്ട്സ് ഓവർ ടു ദി ബോയ് വിതൗട്ട് ദ ട്രേസ് ഓഫ് എ സ്മൈൽ. ഹിയർ യു ആർ. എന്താ പറയുന്നത്? അവൾ ആ ബോട്ട് എന്ത് ചെയ്തു? അത്ര ഒരു സ്മൈലില്ലാതെ, അതായത് അങ്ങനെ ഒരു എന്താ പറയുക, നമ്മളൊരു സാധനം കൊടുക്കുകയാണ്. അപ്പോൾ അത് ആ കുട്ടി നമ്മളോട് അത്രയും ഇതിലല്ലേ. ഇപ്പോൾ അന്നേൻ്റെ ബോട്ടൊക്കെ കേടുവരുത്തിയൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് അന്ന എന്ത് ചെയ്യാണ്? ഒരു ബോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ആ ബോയ്ക്ക് അന്ന ബോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത്ര ഒരു ചിരിയൊന്നും ഇല്ലാതെയാണ് അന്ന ഇത് കൊടുക്കുന്നത്. ദ ബോയ് ടുക്ക് ദം ആൻഡ് ജസ്റ്റ് സ്റ്റുഡ് ദർ ക്വയറ്റ്ലി. എന്താ പറയുന്നത്? ആ ആൺകുട്ടി അതെടുത്തു, എന്നിട്ട് മിണ്ടാതെ അവിടെ ഇരുന്നു. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. അവൻ എന്താ പറയേണ്ടതെന്ന് അവൻക്ക് അറിയൂല. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ അന്ന എന്താ ചെയ്തത്? ആ ബോട്ട്
ആ ആൺകുട്ടിക്ക് കൊടുത്തു. അപ്പോൾ ആ ആൺകുട്ടി ഒന്നും പറയൊന്നും ചെയ്തില്ല. അവൻ എന്താ പറയേണ്ടത് എന്നുള്ളത് അറിയൂല അല്ലേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ബാക്കി സ്റ്റോറി എന്താ ആവുക, അന്നയും ആ കുട്ടിയും ഫ്രണ്ട് ആവുമോ അതാ കുട്ടി മൈൻഡ് ചെയ്യാതെ പോകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ കൂട്ടുകാരെ. ചിൽഡ്രൻ ടേക്ക് പേജ് നമ്പർ 42. എ ട്രൂ ഫ്രണ്ട്ഷിപ്പ്, ഒരു നല്ല ചങ്ങാത്തം. അന്ന ജെന്റ്ലി ലോഞ്ച്ഡ് ഹെർ ബോട്ട്. എന്താ പറയുന്നത്, അന്ന അവളുടെ ബോട്ട് ലോഞ്ച് ചെയ്തു, അതായത് ബോട്ട് ആ അരുവിയിൽ വെച്ചു. സ്വിഫ്റ്റ്ലി ദ ബോട്ട് സെയിൽ ഡൗൺ ദി സ്ട്രീം. എന്താ പറയുന്നത്, പതുക്കെ ആ അരുവിയിൽ ആ ബോട്ട് എന്ത് ചെയ്യാണ്, ആ ബോട്ട് എന്താ പറയുക, നീന്തുകയാണ്. അതായത് ആ ബോട്ട് എന്ത് ചെയ്യാണ്, ബോട്ട് പതുക്കെ മൂവ് ചെയ്യാണ്, പതുക്കെ പോകുകയാണ്. ദ ബോയ് സ്റ്റുഡ് ദർ വാച്ചിങ് ഇറ്റ്. ആ ആൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. എ ഫെയിൻറ്റ് സ്മൈൽ അപ്പിയർഡ് ഓൺ ഹിസ് ലിപ്സ്. ഒരു ചെറിയ പുഞ്ചിരി അവൻ്റെ ചുണ്ടുകളിൽ വിരിഞ്ഞു, അതായത് അവൻ്റെ ചുണ്ടുകളിൽ കാണാം. അന്ന ലുക്ക്ഡ് അറ്റ് ദി ബോയ് ത്രൂ ഔട്ട് ദി കോർണർ ഓഫ് ഹെർ ഐസ്. ത്രൂ ദി കോർണർ ഓഫ് ഹെർ ഐസ്. എന്താ ഇവിടെ പറയുന്നത്, അന്ന അവളുടെ ഇടം കണ്ണിട്ടുകൊണ്ട്, അതായത് അവളുടെ കണ്ണിൻ്റെ ഇടയിലൂടെ, അതായത് ഈ സൈഡിൽ കൂടെ അവൾ എന്ത് ചെയ്യണേ, അവൾ നോക്കുകയാണ്. ഇപ്പം നമ്മൾ പറയില്ലേ ആ ഇടം കണ്ണിട്ട് നോക്കാന്ന് അറിയില്ലേ, അതേപോലെ തന്നെ ആ അന്ന ആ ആൺകുട്ടീനെ നോക്കണില്ല എന്നുള്ള ഭാവത്തിൽ സൈഡിൽ കൂടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നോക്കുകയാണ് അല്ലേ, അതല്ല ഇവിടെ പറയുന്നത്. സഡൻലി ഷീ സോ ദി ബോട്ട് ഗെറ്റിംഗ് കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് മഡ് ആൻഡ് സ്റ്റോൺസ്. പെട്ടെന്ന് അവള് കണ്ടു, എന്താ കണ്ടത്, ഷീ സോ ദി ബോട്ട് ഗെറ്റിംഗ് കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് മഡ് ആൻഡ് സ്റ്റോൺസ്. മഡ് എന്ന് പറഞ്ഞാൽ ചളി എന്നാണ് അർത്ഥം, സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, കല്ല് എന്നാണ് അർത്ഥം അല്ലേ. ഹീപ്പ് ഓഫ് മഡ് എന്ന് പറഞ്ഞാൽ ഒരു ചളിയുടെ കൂമ്പാരത്തിൽ അവളെ ബോട്ട് എന്ത് ചെയ്യാണ്, ബോട്ട് ഇടിക്കുകയാണ്, അതായത് ബോട്ട് അതിൽ പെട്ടു. വാട്ടർ സ്പ്ലേഷ്ഡ് അഗെയിൻസ്റ്റ് ഇറ്റ് ആൻഡ് സ്ലോലി ഫ്ലഡഡ് ഇറ്റ്. അതായത് ആ വെള്ളം എന്ത് ചെയ്തു, അതിന് മുകളിലോട്ട് തെറിച്ചിട്ട് അത് മുങ്ങാൻ വേണ്ടിയിട്ട് പതുക്കെ മുങ്ങാൻ വേണ്ടി തുടങ്ങി. ഇൻ എ ഫ്ലാഷ് ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം ആൻഡ് പുൾഡ് ദി ബോട്ട് ഔട്ട് ഓഫ് ദി വാട്ടർ. എന്താ പറയുന്നത്, ഇൻ എ ഫ്ലാഷ് പെട്ടെന്ന് എന്നുള്ള മീനിങ് ആണ്. ആ ആൺകുട്ടി ആ അരുവിയിലോട്ട് ചാടിയിട്ട് ആ ബോട്ട് എന്ത് ചെയ്തു, ആ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. ഹി ഗേവ് ഇറ്റ് ടു അന്ന. അത് അന്നയ്ക്ക് ആര് കൊടുത്തു, ആ ബോയ് കൊടുത്തു. ഷീ ടുക്ക് ദ ബോട്ട് ആൻഡ് സ്മൈൽഡ്. അവൾ അത് എടുത്തിട്ട്, ആ ബോട്ട് അന്ന എടുത്തിട്ട് ചിരിച്ചു. ദ ബോയ് സ്മൈൽഡ് ബാക്ക് പ്ലസൻ്റ്ലി. നമ്മുടെ ആ ആൺകുട്ടി എന്ത് ചെയ്തു, അവളോട് തിരിച്ചും നല്ല പ്ലസൻ്റ് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചു. അന്ന ജെന്റ്ലി പ്ലേസ്ഡ് അനദർ ബോട്ട് ഇൻ ദ സ്ട്രീം. അന്ന വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വീണ്ടും എന്ത് ചെയ്തു, ആ അരുവിയിൽ ബോട്ട് വെച്ചു. ആ ബോട്ട് എന്ത് ചെയ്തു, ബോട്ട് ഒഴുക്കാൻ വേണ്ടിയിട്ട് അതിനെ വെച്ചു. ഇറ്റ് സെയിൽഡ് സ്വിഫ്റ്റ്ലി ആൻഡ് ഡ്രിഫ്റ്റഡ് ഫാസ്റ്റ്. എന്താ പറയുന്നത്, അത് പഴയതുപോലെ തന്നെ അല്ലേ, അതായത് ആദ്യത്തെ പോലെ തന്നെ അത് പതുക്കെ ആ അരുവിയിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. സൂൺ ഇറ്റ് വാസ് ഔട്ട് ഓഫ് സൈറ്റ്. അതായത് പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് എന്തായി, അത് മാറി. അന്ന ആൻഡ് ദ ബോയ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ആൻഡ് സ്മൈൽഡ്. അന്നയും ആ ആൺകുട്ടിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, എന്നിട്ട് എന്ത് ചെയ്തു, ചിരിച്ചു. വാട്ട് മെയ്ഡ് അന്ന ഹാപ്പി. എന്താ ഇവിടെ, നമുക്കിവിടെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എന്താ കൂട്ടുകാരെ 2 ക്വസ്റ്റ്യൻസ്. വാട്ട് മെയ്ഡ് അന്ന ഹാപ്പി, അന്നേനെ എന്താണ് ഹാപ്പി ആക്കാനുള്ള കാരണം അല്ലേ. അന്ന ഹാപ്പിയാണ് അല്ലേ. അപ്പം എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ്, ആ ആൺകുട്ടിയായിട്ട് അവരെന്തായി, ഫ്രണ്ട്സ് ആയി അല്ലേ. നൗ അന്ന ആൻഡ് ദാറ്റ് ബോയ് ആർ ഫ്രണ്ട്സ് ബിക്കോസ് ഹി ഹെൽപ്ഡ് ടു അന്ന ടു സേവ് ഹെർ ബോട്ട് അല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും ഫ്രണ്ട്സായി. എന്താ പറയുന്നത്, അന്ന ആ കുട്ടിയും ഫ്രണ്ട്സായി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ ആൺകുട്ടി അന്നയുടെ ബോട്ട് മുങ്ങിയ സമയത്ത് എന്ത് ചെയ്തു, അത് എന്താ പറയുക, മുങ്ങിപ്പോകാതെ ആ കുട്ടി ഹെൽപ്പ് ചെയ്തു അല്ലേ, മുങ്ങിപ്പോകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്തു. വൈ ഡിഡ്ന്റ് ദ ബോയ് ഡിസ്ട്രോയ്ഡ് അന്നാസ് ബോട്ട്സ്. അന്നയുടെ ബോട്ട് എന്തുകൊണ്ടാണ് ആ ആൺകുട്ടി ഡിസ്ട്രോയ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ആ ആൺകുട്ടി അന്നയുടെ ബോട്ട് എന്തിനാണ് കേടുവരുത്തിയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തിനാണ് കേടുവരുത്തിയ കൂട്ടുകാരെ, അവന് അറിയൂല, അവന് ആ ഒരു വികൃതിയിൽ ചെയ്തതാണ് അല്ലേ. അല്ലാതെ അന്നേനോട് എന്തെങ്കിലും ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടോ, ഇല്ല. അന്നക്ക് ആ കുട്ടീനെ അങ്ങനെ അറിയൊന്നുമില്ല അല്ലേ.
അപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്റ്റോറിയിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ആരെയും വികൃതി കാണിക്കുക അല്ലെങ്കിൽ ആരെയും സങ്കടപ്പെടുത്താനൊന്നും പോകരുത്. നമ്മളെപ്പോഴും എന്ത് വേണം? നല്ല പ്ലസൻ്റ് ആയിട്ട് നല്ല പോസിറ്റീവായിട്ട് നമ്മൾ എന്തായിരിക്കണം? എല്ലാവരായിട്ടും ഫ്രണ്ട്സ് ആവണം എന്ന്. മനസ്സിലായ കൂട്ടുകാരെ? അപ്പം എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതാണ് കേട്ടോ. എല്ലാവരും ഇതെന്ത് ചെയ്യുക? ഇത് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കണേ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണോ ഇനി വേണ്ടത് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയ ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരും.